ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് ആന കരയുന്നത് കേട്ടു. ഇപ്പോൾ കാട്ടിലല്ലേ ആന കരയുന്നത്, അപ്പോൾ സാധാരണ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. പിന്നീട് ലൈറ്റൊക്കെ അടിച്ചു നോക്കിയെങ്കിൽ ട്രെഞ്ചിന്റെ ഉള്ളിലായതുകൊണ്ട് കാണൂല്ലോ. 9 മണി ആയപ്പോഴാണ് എന്നാന്ന് വെച്ചാൽ അതിലെ പോയ ആരോ കണ്ടതാണ്. മറ്റുള്ള രീതിയിലുള്ള വൈദ്യുതി ഒന്നും കടത്തി വിടുന്ന, അതായത് നേരിട്ടുള്ള കണക്ഷൻ ഒന്നും കൊടുക്കുന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. എന്നാന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു മൃഗത്തെ കൊല്ലണം എന്നുള്ള ദുരുദ്ദേശം ആർക്കും ഉണ്ടായിട്ടില്ല. പട്ടയഭൂമി അല്ല എന്നുള്ളതിന്റെ പേരിൽ തന്നെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. നമുക്ക് വോട്ടവകാശം മാത്രമേ ഉള്ളൂ, മറ്റവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടും. കാർഡ് കൊണ്ടെന്ന് മാത്രം. നമുക്ക് ആശങ്കയില്ലായില്ല. ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യമേ നമ്മളുടെ പേരിലാണല്ലോ വരിക. ആന എപ്പോഴും ഈ പ്രദേശത്തുണ്ട്. അപ്പൊ ഈ നെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങളപ്പോൾ രാത്രി കാവല് കിടക്കുമോ? നമ്മൾ രാത്രി കാവല് കിടക്കും. പിന്നെ ചെറിയ ഫെൻസിങ് നമ്മൾ ഇടുന്നുണ്ട്. സ്വകാര്യ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇടുന്നുണ്ട്. ഓരോ കൃഷി ടൈമും അതിനറിയാം. ഇവിടുത്തെ കൃഷി രീതികളും ആ ടൈമും ഒക്കെ കൃത്യമായിട്ട് ആനകൾക്കറിയാം. ഇവിടുത്തെ കൃഷിന്റെ സമയവും അതിന് തീറ്റേന്റെ സമയമാകുമ്പോൾ അത് ഇവിടെ എത്തും. കൂടുതലും നെൽകൃഷിയാണ്. അത് നെൽകൃഷി ഒഴിവാക്കാറില്ല. ഇപ്പൊ കർണാടകത്തിൽ അതിന്റെ തീറ്റേന്റെ സമയമാണ്. അതായത് മുത്താറി മറ്റു കൃഷികളൊക്കെ ചെയ്യുന്ന ടൈം അതിന് കൃത്യമായിട്ട് അറിയാം. ആ സമയത്ത് ഇവിടുത്തെ കൃഷിന്റെ ടൈം ആയിരിക്കില്ല. അപ്പൊ ആ ടൈമിൽ ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നീങ്ങും, കർണാടക ഭാഗത്തേക്ക്. ഇതില് കള്ളന്മാരുണ്ട്. എന്ന് വെച്ചാൽ വേലി പൊളിച്ച് കയറി അതിക്രമിച്ച് കയറുന്ന ആനകളുണ്ട്. അല്ലാത്തൊക്കെ കാടിന്റെ അടുത്തോടെ വന്നാൽ ഈ തീറ്റ കണ്ടാൽ ഇങ്ങോട്ടൊന്നും കയറി വരില്ല. ഇപ്പൊ മനുഷ്യരിൽ തന്നെ പല അതെ. നമസ്കാരം, ഞാനിന്ന് വയനാട് ജില്ലയിലെ പൊൻകുഴി കോളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കല്ലുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തിരിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വനാതിർത്തി പ്രദേശങ്ങളാണ്. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളാണ് ഇവിടെയെല്ലാം ഉള്ളത്. കോളൂർ പ്രദേശത്തുള്ള ആളുകളെല്ലാം 4 സൈഡും വനമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ കോലൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഇന്ന് രാവിലെ ഒരു കാട്ടാന ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ ഒരു പ്രദേശത്തിന് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള ട്രെഞ്ചിൽ ചെളിയിൽ കുടുങ്ങിയ നിലയിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫെൻസിങ് തലയിലും കയ്യിലും ഒക്കെ കുടുങ്ങിയ രീതിയിലായിരുന്നു ആ ഒരു കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം. ഈ പ്രദേശത്ത് പശുവിനെ കെട്ടാനായിട്ട് പോയ ഒരാളാണ് കണ്ടെത്തിയതെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും നിരന്തരം വന്യമൃഗ പ്രശ്നം നല്ല രീതിയിലുള്ള ഒരു പ്രദേശം തന്നെയാണ്. കാരണം ഫോറസ്റ്റാണ് ചുറ്റുമുള്ളത്. ഏതായാലും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്കിനി ഒന്ന് കാണാം. അതുപോലെ തന്നെ ഈ നാട്ടിലെ ആളുകളോട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു കാട്ടാന കിടക്കുന്ന ആ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ഒരു സൈഡ്, അതായത് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഫോറസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ കാണാം. പക്ഷേ ഇതിൻ്റെ നടുഭാഗത്തായിട്ടുള്ള ഈ ഒരു പ്രദേശം ഒക്കെ ജനവാസ മേഖലകളും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. അതാണ് നമുക്കിവിടെ ഇഷ്ടംപോലെ നെൽകൃഷിയും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഇപ്പുറത്തോട്ടൊക്കെ ആളുകൾ താമസിക്കുന്ന ആളുകളുടെ പറമ്പുകളൊക്കെയാണ്. അപ്പോൾ ഏതായാലും കാട്ടാന ചെരിഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്നൊരു പ്രദേശമാണ്. അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റാളുകളും ഒക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ഇവിടെ ചെന്നിട്ട് ഇതിലിങ്ങനെ കയറി പോകാനായിട്ട്. അപ്പോൾ ഏതായാലും അവിടെ അതിൻ്റെ മറ്റ് കാട്ടാന ചത്തതിന് ശേഷമുള്ള അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏതായാലും ഇപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഏതായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിവിടെ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. ഏതായാലും നമുക്ക് മറ്റൊരാൾ പകർത്തിയ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിഷ്വൽ ഞാൻ ഏതായാലും ഇവിടെ അത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും കേട്ടോ.
അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് നോക്കാം JCB അവിടെ കുഴിയെടുക്കുന്നൊക്കെ ഉണ്ട്. കാട്ടാനയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം സംസ്കരിക്കാനായിട്ട് JCB കുഴിയെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അവിടെയാണ് കാട്ടാനയുടെ ജഡം കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സത്യരാജൻ. ഈ കോലൂർ പ്രദേശത്ത്. ഇത് എത്ര മണിയായപ്പോഴാണ് ഇത് എപ്പോഴാണ് സംഭവം? ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് ആന കരയുന്ന കേട്ടു. ഇപ്പോൾ കാട്ടിലല്ലേ ആന കരയുന്നത്, അപ്പോൾ സാധാരണ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പോൾ അതിന് ശേഷമാണ് സംഭവിച്ചത്. 2 മണിയൊക്കെ ആയപ്പോൾ കേട്ടു. കേട്ടു. പിന്നീട് ലൈറ്റൊക്കെ അടിച്ചു നോക്കിയെങ്കിൽ ട്രെഞ്ചിൻ്റെ ഉള്ളിലായതുകൊണ്ട് കാണൂല്ലോ. ട്രെഞ്ചിൻ്റെ അകത്താണല്ലോ. ട്രെഞ്ചിൻ്റെ അകത്താണ്. പിന്നെ രാവിലെ എത്ര മണിയായപ്പോൾ ഇത്? രാവിലെ ഒരു 9 മണി ആയപ്പോഴാണ്. എന്നാന്ന് വെച്ചാൽ അതിലെ പോയ ആരോ കണ്ടതാണ്. എന്നാന്ന് വെച്ചാൽ ആന അവിടെ മരം മറിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴാണ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ കിടക്കണുണ്ട്. ഇത് ചെളി താന്ന് പോയതാണ്? ചെളിയിലെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് കൃഷി സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി വന്നാ. അപ്പോൾ കയറാൻ വേണ്ടി വന്ന ആന കാലെടുത്ത് വെച്ചപ്പോൾ കാലും അതേപോലെ തന്നെ തുമ്പിക്കൈയും, അത് സാധാരണ ഫെൻസിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ കൊമ്പേ ചുറ്റി പൊട്ടിച്ചിട്ടാണ് കയറുന്നത്. അപ്പം അങ്ങനെ കൊമ്പേ ചുറ്റിപ്പോൾ പൊട്ടാൻ പറ്റിയില്ല. അത് നേരെ ശരീരത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ കൊമ്പിൽ വലിച്ചു പൊട്ടിക്കലാണ് പതിവ്. അപ്പോൾ അത് അങ്ങനെ കയറിയപ്പോൾ ഇത് കുടുങ്ങി സ്പോട്ടിൽ അങ്ങനെ ആയതാവാം എന്നാണ് നമ്മളുടെ കാഴ്ചപ്പാട്. ഈ പ്രദേശം ഇങ്ങനെ ആനശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇതിപ്പോൾ ഏതാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലീസ് ഭൂമിയാണ്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം മൊത്തം, അതായത് കാളിച്ചറ, കോളൂര്, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. നൂൽപ്പുഴ പഞ്ചായത്തിൽ ഏകദേശം അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയിൽ വർഷം ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇതേപോലെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഫുള്ളായിട്ടും കൊയ്തെടുക്കാനൊന്നും പറ്റില്ല. ഈ പറയുന്ന മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാറൊക്കെ മുളച്ചു വരുന്ന ടൈമാണല്ലോ. അപ്പോൾ ആ ടൈമിൽ ഇതിന് തുമ്പിക്കൈക്ക് കിട്ടുന്നതാണെങ്കിൽ വാരി എടുത്ത് പോവും, ഇല്ലെങ്കിൽ ചവിട്ടി വെച്ച് പോവും. എല്ലാ വർഷവും കയറി വരുന്ന നമ്മളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ പകുതി നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ലീസ് ഭൂമി ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊന്നും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലായിരുന്നു. എടുക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ ലീസ് ഭൂമിക്ക് ഏതാണ്ട് 2018 വരെ മറ്റു ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മെമ്പർക്കുടെ സാക്ഷ്യപത്രമൊക്കെ മതിയായിരുന്നു. ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് സർക്കാർ. പിന്നെ ഇതിന് പട്ടയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതുവരെ പട്ടയം കൊടുത്തിട്ടില്ല. കൈവശരേഖ ട്രൈബ്സിന് കൊടുത്തെങ്കിലും അത് പട്ടയം കൊടുക്കുന്നു പറയുന്നു. കൂടുതലും ട്രൈബ്സാണ്, അതായത് 90% ട്രൈബ്സാണ്. ഒരു 10% അല്ലാത്തവരുള്ളൂ. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കും? നമ്മളൊരു 35 വർഷമായിട്ടല്ലേ പഴക്കം. ഈ 35 വർഷവും ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന. പക്ഷെ നമ്മൾ ഫെൻസിങ് എന്ന് പറയുന്നത് ആദ്യമൊന്നും ഫെൻസിങ് ഇത്രയും വേണ്ടായിരുന്നു, ശക്തിയില്ലായിരുന്നു. പക്ഷെ കാവൽക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാവലിനൊന്നും ആരുമില്ല. അപ്പോൾ ഫെൻസിങ് ഇട്ട് അത് തന്നെയല്ല, ഫെൻസിങ് ഇവിടെ ഒന്നും സക്സസ് ആയിട്ട് വന്നിട്ടില്ല. അതെ, അതിപ്പോ ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പൊ 2ാമത്തെ സംഭവം ഇത്. ഇതിനു മുന്നം തൊട്ട് താഴെ തന്നെ ഇതേപോലെ സ്വകാര്യ വ്യക്തിയുടെ ഇതിലായതുകൊണ്ട് അത് അദ്ദേഹത്തിന് തന്നെ ഉത്തരവാദിത്തമായിപ്പോയി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പറമ്പിലാണ്, അദ്ദേഹത്തിന്റെ ഫെൻസിങ് ആണെന്നുള്ള ഒരു ഒറ്റ ഇത്. മറ്റ് കാഴ്ചപ്പാടുകളൊന്നും ഇതിനകത്തില്ല. അയാളുടെ വേലിക്കാണ്, അയാളുടെ ഫെൻസിങ്, സ്വകാര്യ ഫെൻസിങ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ സ്വകാര്യ ഫെൻസിങ് ആണെങ്കിലും ഇടാതെ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് സ്വകാര്യ ഫെൻസിങ് ഒക്കെ ഇടുന്നത്. അല്ലാതെ അതിനകത്ത് മറ്റ് വൈദ്യുതി മറ്റുള്ള രീതിയിലുള്ള വൈദ്യുതി ഒന്നും കടത്തി വിടുന്ന, അതായത് നേരിട്ടുള്ള കണക്ഷനൊന്നും കൊടുക്കുന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു മൃഗത്തെ കൊല്ലണം എന്നുള്ള ദുരുദ്ദേശം ആർക്കും ഉണ്ടായിട്ടില്ല. കൃഷി സ്ഥലത്തേക്ക് വരുന്നതാണ് കൂടുതലും ഇങ്ങനെയുള്ള. അതവിടെ അത് കേസായിട്ടുണ്ടെന്നായിരിക്കും. നാട്ടുകാരെന്ന് പറഞ്ഞാൽ അദ്ദേഹം കോഴിക്കോട് നിന്ന് വന്ന് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നതാണ്. പക്ഷേ ഇവിടെ സ്ഥിരതാമസത്തിൻ്റെ ഒരു ഇതില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാലും അദ്ദേഹം വർഷങ്ങളായിട്ട് ഇവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതാണ്. ഇവിടെ ഏകദേശം എത്ര കുടുംബങ്ങളുണ്ടാവും? ഇവിടെ ഈ പ്രദേശം മാത്രം 10-200 ചില്ലറ കുടുംബങ്ങളുണ്ട്. അതായത് കൂളൂരും കാളിച്ചറി, അതുപോലെ തന്നെയാണ് തോട്ടമുല ഭാഗത്തേക്കൊക്കെ അങ്ങ് പഴൂര്, ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. എല്ലാത്തിനും പട്ടയഭൂമി അല്ല എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. എന്നാൽ നിങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളല്ലേ? അതെ. നമുക്ക് വോട്ടവകാശം മാത്രമേ ഉള്ളൂ. മറ്റവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടും, കാർഡ് കൊണ്ടെന്ന് മാത്രം. മറ്റ് അവകാശങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെ 2018 മുതൽ വോട്ടവകാശമുണ്ട്. അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് എല്ലാ മൗലികാവകാശങ്ങളും വേണം. അത് ഇതുവരെ ഇവിടെ നിക്ഷിപ്തമായിട്ട് ചിലത് മാത്രം പോരാ. അതെ.
ഇപ്പോൾ 2023 ഡിസംബർ 1 മുതൽ ഏകദേശം കൃഷി ഭൂമിയെല്ലാം പട്ടയം കൊടുക്കാമെന്നൊക്കെ തീരുമാനമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അതിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ വരുത്തി അവർക്ക് ചെയ്യാം. പക്ഷേ ഇതുവരെ അത് ജനറൽ വിഭാഗത്തിനൊന്നും കൊടുക്കാൻ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. കൊടുക്കും എന്ന് പറയുന്നതല്ലാതെ എല്ലാ ദിവസവും ആന ഇറങ്ങുന്നില്ലേ? മിക്ക ദിവസങ്ങളിലും ആന എപ്പോഴും ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ഈ നെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങളപ്പോൾ എന്നാ രാത്രി കാവൽ കിടക്കുമോ? നമ്മൾ രാത്രി കാവൽ കിടക്കും. പിന്നെ ചെറിയ ഫെൻസിങ് നമ്മൾ ഇടുന്നുണ്ട്, സ്വകാര്യ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് എല്ലാം വ്യക്തികളുടെ പേരിലേക്ക് വന്നാൽ ഇപ്പോൾ അത് തന്നെ എനർജൈസർ വെച്ചേക്കണത് ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംശയിക്കുന്ന ഒരു രീതി ഇപ്പോൾ നമ്മളുടെ ഈ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരു എന്താ പറയുക, മറ്റുള്ള ജീവനക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്വന്തം ആ എനർജൈസറും മറ്റ് ഇതും കൊടുക്കേണ്ടതാണ്. അതായത് പൾസായിട്ടാണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ ആ പൾസായിട്ട് പോകേണ്ട ഉത്തരവാദിത്വം നോക്കേണ്ടത് അതായത് വകുപ്പിനാണ്. അത് അവർക്ക് കഴിയില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ വീടുകളിൽ വെക്കുന്നത്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്, ഒരു കൃഷിക്കാരനെന്ന നിലയിൽ. അവരെ ആവശ്യപ്പെട്ടിട്ടല്ലോ? അല്ല, അവരാവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഇത് 3 ഏക്കറോളം കവുങ്ങാറുണ്ട്. അത് മൊത്തം നശിക്കോളം വേറെ ഒരു വീട്ടിലാണ് വെച്ചിരുന്നത്. അവരെന്ന് പറഞ്ഞാൽ സമയാസമയത്തിൽ ഫെൻസിങ് ഇടൂല. ഇടാന്ന് പറഞ്ഞാൽ അവർക്കടെ ഒരു കാര്യമല്ലേ ഉള്ളൂ, അവർക്ക് അത്ര ഉത്തരവാദിത്തം ഉള്ളൂ. അപ്പൊ അവര് ഇടാതെ വന്ന് എന്റെ ഇതെല്ലാം നശി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ എനർജൈസർ എന്ന ഈ ഭാഗത്തേക്ക് മാറ്റാം, എന്നാൽ എനിക്കെങ്കിലും ഇടാമല്ലോ. മറ്റുള്ളവരുടെ വീട്ടിൽ പോയി രാത്രി ഇടുന്നേക്കാളും ഗുണം നമുക്ക് ഇവിടെ ഇടാം. അങ്ങനെ ഇവര് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഇതെല്ലാം നശി കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതും ഈ പറഞ്ഞ നമുക്ക് ആശങ്കയില്ലായില്ല. ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യമേ നമ്മളുടെ പേരിലാണല്ലോ വരിക. വെച്ചത് അത് അങ്ങനെ ഒരു ആശങ്ക നമുക്കില്ലായില്ല. ഇതിപ്പോ ചെളിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ട്രെഞ്ചിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, ആ വെള്ളത്തിൽ കെട്ടിക്കിടന്നു. അതുപോലെ തന്നെ ഇത് കുടുങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ, ഇത് പൾസായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചെളി കുടുങ്ങി നിന്നപ്പോൾ പുള്ളി കയറി പോകാനായിട്ട് ഈ കമ്പിയേല് പിടിച്ച് വലിച്ചിട്ടുണ്ടാവും. അല്ലല്ല, അത് കൃഷി സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി നോക്കിയതാണ്. നോക്കിയപ്പോ സാധാരണ മേലെ കമ്പി ഉണ്ടെന്ന് ഫെൻസിങ് ഉണ്ടെന്ന് കണ്ടവൻ ഈ കൊമ്പനാണെങ്കിൽ അത് ശരിക്കും കൊമ്പ് ചുറ്റി കമ്പി പൊട്ടിക്കല. അപ്പൊ അത് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇത് പൊട്ടിക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇത് പൾസായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ തുടരെ. അപ്പൊ നിലത്ത് വെള്ളം പോരാനും പറ്റിയില്ല. ഈ ട്രെഞ്ചിനകത്ത് വെള്ളവും ഇത് രണ്ടും കൂടെ ആയിട്ടാണ് അടിച്ചതെന്നാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വിശദമായിട്ടുള്ള വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. അതായത് ഇതാണ് കേട്ടോ ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. അതിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം തന്നെയാണ്. നിരന്തരം വന്യമൃഗശല്യമാണ്. ഫോറസ്റ്റ് ലീസ് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ പല സൗകര്യങ്ങളും ഇവർക്കില്ല. പരിമിതമായ സൗകര്യങ്ങളിലാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ ജീവിക്കുന്നതും കൃഷി ചെയ്യുന്നതും ഒക്കെ. ഫെൻസിങ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ കുഴിച്ചിട്ടതല്ലാതെ, അതായത് കുഴി കുത്തിയിട്ടതല്ലാതെ ഹാങ് ഫെൻസിങ്ങിന് ഇതായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിന്റെ കോൺട്രാക്ട് ഇങ്ങോട്ട് പിന്നെ വന്നിട്ടില്ല. കുഴിയെടുത്ത് പോയതല്ല, ഇപ്പോൾ മാസങ്ങളായി. ഇത് സാധാരണ ലൈൻ ഫെൻസിങ് ആണ്. ലൈൻ ഫെൻസിങ് അവിടെ നമുക്ക് ചെറുതായിട്ട് കാണാം കേട്ടോ. അത് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു സംഭവമൊക്കെ കാണാം. അതും എപ്പോഴും സ്ഥിരം ആന പൊട്ടിക്കുന്നുണ്ടാവും അല്ലേ? ആന പൊട്ടിക്കുന്നുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ കാവൽക്കാരുള്ളത് കൊണ്ട് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ വരുന്നത് തിരിച്ചു പോകും. അല്ലാതെ ഉറങ്ങിയതിന് ശേഷമൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ ആന വരും. ഇതിലൊക്കെ ആന വരും. ഇപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം ആന വരുന്ന പ്രദേശങ്ങൾ തന്നെയാണ് ഫുൾ ടൈം. ഇപ്പോൾ ഇനിയിപ്പോൾ കൃഷി ഇത് ഞാറ് ലേശോടെ പൊന്തി കഴിയുമ്പോഴും ഇത് തുമ്പിക്കൈക്ക് വലിച്ചാൽ കിട്ടുന്ന കണ്ടീഷൻ ആകുമ്പോഴും വരും. ഈ മറ്റേ മുട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയൊക്കെ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടല്ലേ? എല്ലാ ആനയും ഇത് കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നതല്ലേ. അത് എല്ലായിടത്തും മാറി മാറി വരും. ഇവിടുത്തെ ഉപദ്രവകാരി എന്ന് കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് മാറും. അപ്പം അങ്ങനെ മാറി ആനകളല്ലേ, കാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുമാണല്ലോ. പക്ഷേ ഇതിന് ഒരു സുരക്ഷിത വേലി ഉണ്ടാക്കിയാൽ, ഇപ്പോൾ ഹാങ് ഫെൻസിങ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ മെച്ചമാണ്. ഇവിടെ മാത്രമല്ല ഈ കല്ലുമുക്ക് ഭാഗത്തേക്ക് ഇതിലെ ആന പോകുന്നുണ്ടാവില്ലേ? ആന പോകുന്നുണ്ട്. ഇപ്പോൾ ആനയ്ക്ക് എന്ന് പറഞ്ഞാൽ ആനൻ്റെ സഞ്ചാരപഥം എപ്പോഴും കാടും വനവും അതേപോലെ തന്നെ പുഴയും ഒക്കെ ആയിട്ടാണല്ലോ. അപ്പോൾ വെള്ളം കുടിക്കാൻ അങ്ങോട്ട് ഇറങ്ങും. അപ്പം അതിൻ്റെ സഞ്ചാരപഥത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫെൻസിങ് ഒക്കെ ഇട്ട് കൊടുത്താൽ കൃഷിക്കാരെ സംരക്ഷിക്കാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
ഈ ആന ഇവിടെ സ്ഥിരം വരാറുള്ള ഒരു ആന തന്നെയായിരുന്നു അല്ലേ? സ്ഥിരം വരാറെന്ന് പറഞ്ഞാല് ഓരോ കൃഷി ടൈമും അതിനറിയാം. അതെ അതെ. ഇവിടുത്തെ കൃഷി രീതികളും ആ ടൈമും ഒക്കെ കൃത്യമായിട്ട് ആനകൾക്കറിയാം. ആന ആ ടൈമിൽ ഇവിടുത്തെ കൃഷിന്റെ സമയവും അതിന് തീറ്റേന്റെ സമയമാകുമ്പോൾ അത് ഇവിടെ എത്തും. മെയിനായിട്ട് നെല്ല് മറ്റ് നെല്ലാണ് കൂടുതൽ, വാഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതലും നെൽകൃഷിയാണ്. അത് നെൽകൃഷി ഒഴിവാക്കാറില്ല, എന്നാലും കുറെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ ശല്യം കാരണമാണ്, മാന്റെയും ആനേന്റെയും പന്നീന്റെയും ഒക്കെ ശല്യം കാരണമാണ്. ഈ ശല്യം ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ കൃഷിഭൂമി എല്ലാം കൃഷി ചെയ്യാൻ കഴിയും. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ ഈ കൃഷി ടൈം അറിയാമെന്ന് പറയുന്നത്, ഇപ്പോൾ കർണാടകത്തിൽ അതിൻ്റെ തീറ്റേൻ്റെ സമയമാണ്. അതായത് മുത്താറി മറ്റു കൃഷികളൊക്കെ ചെയ്യുന്ന ടൈം അതിന് കൃത്യമായിട്ട് അറിയാം. ആ സമയത്ത് ഇവിടുത്തെ കൃഷിൻ്റെ ടൈം ആയിരിക്കില്ല. അപ്പോൾ ആ ടൈമിൽ ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നീങ്ങും, കർണാടക ഭാഗത്തേക്ക്. അപ്പോൾ അവിടെ കൃഷി വിളവെടുക്കുന്ന ടൈമും അതേപോലെ തന്നെ അവിടുത്തെ അതിന് ആഹാരത്തിൻ്റെ സമയമൊക്കെ അതിന് കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നത് അതേ സമയമാകുമ്പോൾ ഇവിടെ വരും, കറക്റ്റ് ആ സമയത്ത് വരും. അതിനറിയാം. എന്ന് വെച്ചാൽ ഈ സമയത്ത് ഇതിൻ്റെ കൃഷി ഇത്ര ആയിട്ടുണ്ടാവും എന്നൊക്കെ അതിനറിയാം. തീറ്റ കിട്ടേണ്ട ടൈമാണെന്നറിയാം. അപ്പോൾ അത് കൂടുതൽ അങ്ങനെ വരും. പിന്നെ കാട്ടിൽ മൊത്തത്തിൽ ആന കൂടി. പിന്നെ എല്ലാ ആനകളും നാട്ടിലേക്ക് ഇറങ്ങുന്നില്ലല്ലോ. അതില്ല. ഇതിൽ കള്ളന്മാരുണ്ട്. എന്ന് വെച്ചാൽ വേലി പൊളിച്ച് കയറി അതിക്രമിച്ച് കയറുന്ന ആനകളുണ്ട്. അല്ലാത്തൊക്കെ കാടിൻ്റെ അടുത്തോടെ വന്നാൽ ഈ തീറ്റ കണ്ടാൽ ഇങ്ങോട്ടൊന്നും കയറി വരില്ല. സ്വാഭാവികമായിട്ടും കാണുന്നത് ഇതിനെ കുറച്ച് ഇപ്പം മനുഷ്യരിൽ തന്നെ പല സ്വഭാവക്കാരും. അതെ അതെ അതെ. അപ്പം അങ്ങനെയുള്ള ആനകൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും, ഒന്നും രണ്ടും ഒക്കെ. അത് ആ ഒന്നും രണ്ടേ കയറുള്ളൂ, എല്ലാ കൂട്ടത്തോടൊന്നും കയറില്ല. അതെ അതെ അതെ, അങ്ങനെയുണ്ട്. അപ്പം ഇതാണ് നമ്മളിന്ന് കോളൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ്. പൊൻകുഴി അടുത്ത് ആണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കല്ലുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് നമ്മളൊരു 1.5 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ എത്തുന്ന ഒരു സ്ഥലമാണത്. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഏതായാലും നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഒരു കാട്ടാന ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ആ ചെളിയിൽ കുടുങ്ങിയ നിലയിലും അതുപോലെ തന്നെ ഫെൻസിങ് കാലയിലൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഷോക്കേറ്റിട്ടാകാനാണ് സാധ്യത. ഏതായാലും കൂടുതൽ വിശദമായ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം, പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കില്ല, നാളെ നടക്കുകയുള്ളൂ എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏതായാലും നിരന്തരമായിട്ട് വന്യമൃഗ ശല്യം അല്ലെങ്കിൽ കാട്ടാനയുടെ പ്രശ്നമുള്ളൊരു പ്രദേശം തന്നെയാണ്. ചുറ്റും വനമാണ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ലീസ് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വന്യമൃഗ ശല്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ലീസ് ഭൂമി അല്ലാത്ത പട്ടയഭൂമിയിൽ പോലും ഇപ്പോൾ ഫോറസ്റ്റ് അടുത്തുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയൊക്കെ നമ്മളേതായാലും. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.